It's only around 5 in the morning as we already started our journey to our first destination of today. And it's going to be a long day, we started very early. രാവിലെ ഒരു 4 മണി ആയപ്പോഴേ എൻ്റെ ഡോറിൽ വന്ന് മുട്ടാൻ തുടങ്ങിയതാണ്. നല്ല ദേഷ്യം വന്നു കേട്ടോ. ഇന്നലെ രാത്രി 12 മണിയായിട്ടുണ്ട് ഉറങ്ങിയപ്പോൾ. എന്നിട്ട് ഇന്ന് രാവിലെ 4 മണിക്കൊക്കെ തന്നെ വന്ന് വിളിക്കുന്നത് എന്ത് കഷ്ടമാണ് അല്ലേ. അതും ഈ കുന്നു മൊത്തം കയറാനുള്ളതാ. കണ്ടോ, ഞങ്ങളവിടെ എത്തിയിട്ട് പോലും ഈ കുരങ്ങന്മാർ പോലും എണീറ്റിട്ടില്ല. അതിൻ്റെ മുന്നേ ഞാനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. ഞാനിനി ട്രിപ്പിന് വരൂല, ഇത് നിങ്ങളുടെ കൂടെയുള്ള ലാസ്റ്റ് ട്രിപ്പായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ എണീറ്റ് വന്നത്. ബട്ട് ഇറ്റ് വാസ് ഓൾ വർത്ത് ഇറ്റ്. ഹംപി വാസ് ജസ്റ്റ് വേക്കിംഗ് അപ്പ് ആൻഡ് വി ആർ ഹിയർ ടു വേക്ക് അപ്പ് വിത്ത് ഹംപി ടു വാച്ച് എ ബ്യൂട്ടിഫുൾ സൺറൈസ്. അങ്ങനെ സൺറൈസൊക്കെ കണ്ട് അവിടെ കുറച്ചപ്പുറത്ത് കുറേ പാറകളൊക്കെ ഉണ്ട്. അവിടെ പോയി കുറേ നേരം ഇരുന്ന്, നല്ല കാറ്റായിരുന്നു കേട്ടോ അവിടെ. കുറേ നേരം ഞങ്ങൾ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പോണ വഴിക്ക് ഞങ്ങൾ ഇത്തിരി കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കുഞ്ഞു പാക്കറ്റ് കപ്പലണ്ടിക്ക് 5 രൂപയുള്ളൂ. 5 രൂപയ്ക്ക് ഇപ്പോൾ വല്ല സാധനവും മേടിച്ചിട്ട് കുറേ കാലമായില്ലേ. ഞങ്ങൾ 5 രൂപയിലെന്ന് പറഞ്ഞാൽ കപ്പലണ്ടി മൊത്തം മേടിച്ചു. പക്ഷെ എപ്പോഴാണ് മനസ്സിലായത് അത് മൊത്തം കാറിയിരിക്കുകയായിരുന്നു. സോ ഇത്ര ദൂരം വന്നതല്ലേ, ഇനി വയറിനൊന്നും പ്രശ്നമായിട്ട് ട്രിപ്പൊന്നും മുടങ്ങണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ കപ്പലണ്ടിയൊക്കെ അവിടുത്തെ കുരങ്ങന്മാർക്ക് കൊടുത്തു. ഇതാണ് മലേൻ്റെ മുകളിലുള്ള ഈ ഹനുമാൻ ടെമ്പിൾ. ഇവിടെ കുറേ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നതിനേക്കാളും ഇവിടെ സൺറൈസൊക്കെ കാണാൻ വരുന്നതന്നെ കേട്ടോ. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ, ഹംപി ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണല്ലോ. 1-2 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തുടങ്ങി. രാവിലെ പോയപ്പോൾ ഇത് വീഡിയോ എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല, നല്ല ഇരുട്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പോണ സമയത്ത് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറേ കേവ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങണ പോലെ കേട്ടോ. പോണ വഴിക്കൊക്കെ കുറച്ച് കല്ലിൻ്റെ ഒക്കെ ഇടയിൽ കൂടെ ഇറങ്ങാനുണ്ട്. എനിക്ക് അത് നല്ല ഇഷ്ടമായി കേട്ടോ. ഇറങ്ങണ വഴിക്ക് കുറച്ച് ഗുഹ, അത് കുറച്ച് ഇരുട്ട്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇറങ്ങിപ്പോകും. ദാറ്റ് വാസ് ടു നൈസ്. അങ്ങനെ പിന്നെ താഴേക്ക് ഇറങ്ങി. അവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ താഴെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, ഇത്രയും കയറി ഇറങ്ങിയതല്ലേ. This is our second destination of the day. It is Pamba Sarovar Lake. ഇവിടെ ലേക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെ സ്റ്റോൺ വെച്ചിട്ടുണ്ടാക്കിയൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഒത്തിരി സ്റ്റെപ്പും ഉണ്ട് മേലേക്ക് കയറി പോവാം. ഞങ്ങൾ വിചാരിച്ചു കുറേ മേലേക്ക് പോകാൻ പറ്റുന്നു, പക്ഷേ അവിടെ അവർ മേലേക്ക് കയറി പോവാണ്ടിരിക്കാൻ ഇങ്ങനെ കമ്പിയൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടുത്തെ പാറകളൊക്കെ കണ്ടപ്പോൾ സുഭാഷേ സുഭാഷേ പറയുമായിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ അവിടെ. ആൻഡ് ദിസ് ഈസ് അവർ തേർഡ് ഡെസ്റ്റിനേഷൻ ഓഫ് ദ ഡേ. ഹിയർ വി ആർ ടു എക്സ്പ്ലോർ ദ വല്ലി കേവ് ഇൻ ഹംപി. പോണ വഴിക്ക് തന്നെ ഒരു കൃഷ്ണൻ്റെ അമ്പലമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇതാ കുറേ പശുക്കളെയൊക്കെ നോക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ദിസ് ഈസ് ദ എൻട്രൻസ് ടു വല്ലി കേവ് ആൻഡ് സോ മെനി അതർ ടെമ്പിൾസ് ഇൻസൈഡ് ദാറ്റ് യു ക്യാൻ സീ. വല്ലി കേവ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഒരു ഷോർട്ടായിട്ട് തന്നെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് വാച്ച് ചെയ്യൂ. നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഒരു ചെറിയ കട ഉണ്ട്. അവിടെ കുറച്ച് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ മേടിക്കാൻ കിട്ടും. അവിടെ എല്ലാവരും സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഐ വാസ് ബിസി വിത്ത് ക്യാപ്ചറിങ് ദീസ് ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ്. ഇതായിരുന്നു ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ആനേഗുഡി എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ് ഞങ്ങൾ പോയത്. ദിസ് ഈസ് ദ ഫസ്റ്റ് പ്ലേസ് ദാറ്റ് വി വിസിറ്റഡ് ദർ ആൻഡ് അനദർ ബ്യൂട്ടിഫുൾ സൈഡ് ഓഫ് റിവർ തുംഗഭദ്ര. നല്ല നട്ടപ്പൊരു വെയിലത്ത് അവിടെ കുറച്ച് നേരം പുഴയിൽ കാലിട്ടിരുന്നപ്പോൾ നല്ല സുഖമായിരുന്നു കേട്ടോ. പിന്നെ പുഴേൻ്റെ തീരത്ത് തന്നെ ഒരു വീട് പോലത്തെ സ്ഥലമുണ്ട്, ഇപ്പോൾ കാണാനില്ലേ. അവിടെ ഞങ്ങൾ കുറേ നേരം പിന്നെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. എല്ലാവർക്കും വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു, വെയിൽ കൊണ്ട്. പിന്നെ ഈ പുഴയിൽ കുറച്ച് ആൾക്കാർ കുളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പന്ത്രണ്ട് മണിയാവാൻ പോണേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ ഇന്നത്തെ 5ാമത്തെ ഡെസ്റ്റിനേഷനാണ്. ദിസ് ഈസ് ശ്രീ മല്യവന്ത രഘുനാഥ ടെമ്പിൾ.
അങ്ങനെ തന്നെയാണ് തോന്നുന്നു പ്രൊണൗൺസിയേഷൻ. എന്തായാലും ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്യാം. ദിസ് വാസ് അനദർ ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ക്രിയേഷൻ വിച്ച് ഈസ് ഇൻ ഹംപി. ഈ കല്ല് വെച്ച ടെമ്പിളിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുമ്പോഴേ ഉണ്ടല്ലോ ഒരു തണുത്ത ഇത് വരും. നല്ല രസമല്ലേ? ഇവിടെ നിന്നാണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം കുറേ ഫോട്ടോസൊക്കെ എടുത്തേട്ടോ. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഉള്ളിലൊരു പീഠം പോലത്തെ സ്ഥലമുണ്ട്. പീഠമല്ല, സ്റ്റേജ് പോലത്തെ. ആ സ്റ്റേജിൽ ഇരുന്നാൽ നല്ല തണുപ്പാണ്, കുറച്ച് ഉള്ളിലായതുകൊണ്ടേ. ഇത് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് മാംഗോ ട്രീ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ മാംഗോ ട്രീ റെസ്റ്റോറൻറ്റ് സജസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുക, യു ഷുഡ് വിസിറ്റ് മാംഗോ ട്രീ റെസ്റ്റോറൻറ്റ് വൺസ്. നോൺ വെജ് ഒന്നും ഇല്ലാതെ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവരൊക്കെ ഇവിടെ വന്നിട്ട് 3 ദിവസവും വെജാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല ടേസ്റ്റുള്ള ഫുഡ് കേട്ടോ. ഇവിടെ നോൺ വെജൊക്കെ അവൈലബിലിറ്റി കുറവാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ പോയ സ്ഥലത്തൊന്നും നോൺ വെജ് റെസ്റ്റോറൻറ്റ് കണ്ടതായിട്ട് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ ഓട്ടോക്കാരന് സജസ്റ്റ് ചെയ്തതാണ് ഞങ്ങൾക്ക് ഇന്ന് മാംഗോ ട്രീ റെസ്റ്റോറൻറ്റ്. ഇത് ഞങ്ങളുടെ അവിടുത്തെ ഫസ്റ്റ് ലഞ്ചാണ്. നോർത്ത് ഇന്ത്യൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ താളീസ് ഓർഡർ ചെയ്യാനാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ നോർത്ത് ഇന്ത്യൻ താളീസ് അവൈലബിൾ ആയിരുന്നില്ല. സോ ഞങ്ങളെല്ലാവരും സൗത്ത് ഇന്ത്യൻ താളീസാണ് ഓർഡർ ചെയ്തത്. ആ താളി മൊത്തം കഴിച്ചു. എല്ലാ ഫുഡും നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഒരു മാംഗോ ലസ്സിയും കൂടെ ഓർഡർ ചെയ്തു. ആഹാ, അടിപൊളി ലഞ്ചായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നേരെ റൂമിൽ പോയിട്ട് റെസ്റ്റ് ചെയ്തു. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ റൂമിലെത്തി. ഇനി ഞങ്ങൾക്കൊരു 4 മണിയാകുമ്പോൾ തന്നെ ഇറങ്ങണം. ഒന്ന് ഉറങ്ങാനാണ് പ്ലാൻ. ഇൻ ദിസ് ഈവനിങ് വി ആർ പ്ലാനിങ് ടു വിസിറ്റ് വിരുപക്ഷ ടെമ്പിൾ ആൻഡ് മാതങ്കി ഹിൽസ്. ഇതാണ് ഇവിടുത്തെ ഫേമസ് വിരുപക്ഷ ടെമ്പിൾ. ആർക്കിടെക്ചർ ഓഫ് ദിസ് ടെമ്പിൾ ഈസ് ജസ്റ്റ് ഓസം. ഐ ഡോണ്ട് ഹാവ് എനി വേർഡ്സ് ടു ഡിസ്ക്രൈബ്. ഞങ്ങൾക്ക് പുറത്ത് നോക്കിയപ്പോഴേ മനസ്സിലായി വലിയ തിരക്കൊന്നുമില്ല എന്ന്. സോ ഞങ്ങൾ ടിക്കറ്റൊന്നും എടുക്കാണ്ട് ഉള്ളിൽ കയറിയത്. നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴാൻ പോകില്ലേ, അപ്പോൾ ഈ കാശ് കൊടുത്ത് ടിക്കറ്റ് ഇടുന്നവർക്കൊരു ക്യൂ, ക്യാഷ് കൊടുക്കാണ്ട് കയറുന്നവർക്കൊരു ക്യൂ. പക്ഷേ ലാസ്റ്റ് എത്തുക അമ്പലത്തിൻ്റെ മുന്നിലായിരിക്കും. അതുപോലെ കാശൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും നമുക്കങ്ങനെ കയറാൻ പറ്റി. അവിടെ ഒരു ആനയൊക്കെ ഉണ്ടായിരുന്നു. അയ്യോ, നമ്മുടെ നാട്ടിലത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ശോഷിച്ച ആന. വിരുപക്ഷ ടെമ്പിളിൽ നിന്ന് നോക്കുമ്പോൾ ഓരോ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ ഉള്ളുന്നേ. ഓ, അടിപൊളിയാണ്. വിരുപക്ഷയുടെ മുന്നിലൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ നമ്മൾ കൈയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച ആഗ്രഹം സഫലമാവും എന്നൊക്കെയാണ് പറയണേ. സോ എന്തായാലും അവിടെ വരെ പോയതല്ലേ, എങ്ങനെ സഫലമായല്ലോ അല്ലേ. എക്സ്പ്ലോർ ദ ബ്യൂട്ടി ഓഫ് വിരുപക്ഷ ത്രൂ മൈ ഐസ്. വിരുപക്ഷ ടെമ്പിളിൻ്റെ ഒരു സൈഡിൽ തുംഗഭദ്ര റിവറാണ്. And we are almost at the end of our second day, and our final destination is Madangi Hills to view a beautiful sunset. Come on. ഇന്നത്തെ ഫൈനൽ പരിപാടിയാണ് ഇത്. മാതങ്കി ഹിൽസിൽ പോവുക, സൺസെറ്റ് കാണാമെന്നുള്ളത്. സോ വി ആർ റെഡി ടു ക്ലൈംബ് ഓവർ ദ സ്റ്റെപ്സ്. ഞാൻ വിചാരിച്ച ഹനുമാൻ ടെമ്പിളിൻ്റെ പോലെ തന്നെ നല്ല അടിപൊളി സ്റ്റെപ്സ് ആയിരിക്കുന്ന ഇവിടെ മാതങ്കി ഹിൽസിൽ കയറാൻ. പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇതുപോലത്തെ സ്റ്റെപ്സ് ആയിരുന്നു. ഇങ്ങനെ കുറച്ച് ദൂരം കാണാം. അത് കഴിഞ്ഞാൽ നമ്മുടെ പാറയല്ലേ, പാറയിൽ തന്നെ ഇങ്ങനെ സ്റ്റെപ്സ് പോലെ കോറി വെച്ചിട്ടുണ്ട്. അത് കൂടിയൊക്കെ പിടിച്ചിട്ട് വേണം കയറാൻ. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമറയൊക്കെ ബാഗിലെടുത്ത് വെച്ചു, എങ്ങാനും വഴുതിയിട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. 1-2 പ്രാവശ്യം വഴുതുകയും ചെയ്തു. സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ പോകാൻ. അതാണെങ്കിലോ കുറച്ച് കോടയൊക്കെ മൂടിയിട്ട് ഞങ്ങൾക്ക് സൺസെറ്റ് കാണാനും പറ്റിയില്ല. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ പോയ സ്ഥലങ്ങൾ. അച്യുതരായ ടെമ്പിളും ഒരു ശ്രീകൃഷ്ണ ടെമ്പിളും ഒക്കെ. ഞങ്ങൾ എന്നിട്ട് ഇന്നലെ പോയ സ്ഥലങ്ങളൊക്കെ മേലെന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ലതായിരുന്നു. ഞങ്ങൾ കറക്റ്റ് ഒരു ഇതിലാണ് പോയത്.
ഇപ്പോൾ ഞങ്ങൾ മുന്നേ അതൊന്നും പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്കിങ്ങനെ നമ്മൾ പോയ വഴിയാ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലായിരുന്നല്ലോ. സോ നല്ലതായിരുന്നു. അവിടെ നിന്ന് തന്നെ കുറച്ച് മലയാളികളെയും പരിചയപ്പെട്ടു. മിനിഞ്ഞാന്ന് കടല വാങ്ങിയ ചേട്ടനുണ്ടായിരുന്നു അവിടെ ചായ വിൽക്കാൻ വന്നിട്ട്. ഞങ്ങളവിടുന്ന് ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇറങ്ങി താഴെ എത്തിയപ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നും കൂടെ വിരുപക്ഷേൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിലൊക്കെ ഒന്ന് പോയി വെറുതെ സാധനങ്ങളൊക്കെ മേടിച്ച് അവർക്ക് ഷോപ്പിംഗ് ഇഷ്ടമല്ലാണ്ടിരിക്കുക അല്ലേ. അത് കഴിഞ്ഞ് ഇന്നും ഡിന്നർ കഴിക്കാൻ പോയത് ഹാപ്പി ഹംബി കഫേയിലായിരുന്നു. നല്ല ഡിന്നറായിരുന്നു. ഞങ്ങൾ കുറേ വെറൈറ്റി ഡിഷസൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു. ടുമോറോ ഈസ് അവർ ലാസ്റ്റ് ഡേ ഇൻ ഹംപി.